അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആപ്പിളിൻ്റെ M5 ചിപ്പുമായിട്ട് വരുന്ന അടുത്ത ഐപാഡ് പ്രോ പ്രൊഡക്ഷൻ 2025 സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഇതിൽ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വൺ പ്ലസിൻ്റെ ഏസ് 5 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിരിക്കും വരിക. 6.82 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ വരും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരും. 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ സാംസങ്ങിൻ്റെ One UI 7 ബീറ്റ അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം സാംസങ് S24 സീരീസിലേക്ക് ഈ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പിന്നെ വൺ പ്ലസ് പ്രോജക്റ്റ് സ്റ്റാർലൈറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പം അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3 കൊല്ലത്തിൻ്റെ ഉള്ളിലായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അവർ 6000 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം സർവീസ് സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നല്ലൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് കൂടുതൽ സർവീസ് സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല ഇന്ത്യയിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇപ്പം വൺ പ്ലസ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഓപ്പോയുടെ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ColorOS 15 അപ്ഡേറ്റിൻ്റെ ഇന്ത്യയിലെ റോൾ ഔട്ട് സ്കെഡ്യൂൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ അതിലുണ്ടോ എന്നുള്ളത് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഷവോമിയുടെ പാഡ് 7 ഇന്ത്യൻ വെർഷൻ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഫോണിന് സിംഗിൾ കോറിൽ 1877 പോയിൻറ്റും മൾട്ടി കോറിൽ 5106 പോയിൻറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 12 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 11.2 ഇഞ്ചിൻ്റെ 3.2K റെസൊല്യൂഷനിൽ വരുന്ന LCD ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. 13 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 8850 mAh ബാറ്ററി വരും. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. പിന്നെ ടെക്നോയുടെ മെഗാ പാഡ് 11 എന്നുള്ള പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഗാനയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ടാബിൽ 11 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTekൻ്റെ Helio G99 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 13 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 8000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. പിന്നെ വില അവർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിലായിട്ട് തന്നെ വില അവർ അനൗൺസ് ചെയ്തേക്കാം. പിന്നെ ഷവോമി, വൺ പ്ലസ്, റിയൽമി, റെഡ്മി, ഐക്യു ഒക്കെ അടുത്ത കൊല്ലം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ സ്നാപ്ഡ്രാഗൺ 8 Elite 2 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിന് പകരം അതിന് താഴെ വരുന്ന സ്നാപ്ഡ്രാഗൺ 8S Elite 2 എന്നുള്ള പ്രോസസ്സർ യൂസ് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പം ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8 Elite പ്രോസസ്സറൊക്കെ വന്നതിന് ശേഷം സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുകൾക്ക് അത്യാവശ്യം വില കൂടുതലാണ്. അപ്പം അതിന് പകരം അതിന് തൊട്ട് താഴെ വരുന്ന 8S സീരീസിൽ വരുന്ന ആ ഒരു പ്രോസസ്സർ യൂസ് ചെയ്തേക്കാം. അപ്പം മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഫോണുകളുടെയൊക്കെ വില കുറച്ചും കൂടി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഷവോമിയുടെ 15 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.73 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. 50+200+50+50 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഹോണറിൻ്റെ സ്ലൈഡിംഗ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഡിവൈസ് CNIPL ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു പാറ്റൻറ്റ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഹോണറിൻ്റെ ഒരു സ്ലൈഡിംഗ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഡിവൈസൊക്കെ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ വൺ പ്ലസിൻ്റെ പുതിയൊരു ടാബ്ലറ്റ് വരാൻ പോകുന്നുണ്ട്. പേരെന്താണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടാബിൽ 11.6 ഇഞ്ചിൻ്റെ 2.8K റെസൊല്യൂഷൻ വരുന്ന LCD ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 8350 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 8 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 9520 mAh ബാറ്ററി വരും. അതുപോലെ തന്നെ 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ റെഡ്മിയുടെ Redmi Note 14 5G എന്ന സ്മാർട്ട് ഫോൺ ആമസോണിൽ ലഭിക്കുമെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് അവരിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. December 9 Redmi Note 14 സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 7025 Ultra എന്നുള്ള പ്രോസസ്സർ ആയിരിക്കും വരിക. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും
16 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 5110 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ മോട്ടറോളയുടെ മോട്ടോ G35 5G എന്ന ഫോണിൻ്റെ ഇന്ത്യയിലെ വില 10,000 രൂപയ്ക്ക് താഴെയായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. ആ ഒരു പ്രൈസിൻ്റെയൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇതിൽ 12ഓളം 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഡിസംബർ 10-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ഇതിൽ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ച്വൽ ഡിസൈൻ വരും. യൂണി SoC T760 എന്നുള്ള 5G പ്രോസസ്സർ വരുന്നതായിരിക്കും. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പം 10,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. പിന്നെ OnePlusൻ്റെ OnePlus 13 എന്നുള്ള സ്മാർട്ട് ഫോൺ ആമസോണിൽ ലഭിക്കുമെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ജനുവരിയിലായിരിക്കും ഈ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. പക്ഷേ കറക്റ്റ് ലോഞ്ച് ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.82 ഇഞ്ചിൻ്റെ Quad HD+ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+50+50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ റിയൽമിയുടെ 14Xൻ്റെ ഡിസൈന് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പം പുറത്ത് വന്നിട്ടുള്ള ഇമേജിൽ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റും റെഡ് കളർ വേരിയൻറ്റും പിന്നെ ഒരു യെല്ലോ കളർ വേരിയൻറ്റുമാണ് കാണിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണിക്കുന്നത്. ഇതിൽ 50 MP മെയിൻ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 6000 mAh ബാറ്ററി വരുന്നതായിരിക്കും. IP69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലും വരുന്നതായിരിക്കും. 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നതായിരിക്കും. പിന്നെ സെയിൽ ഡിസംബർ 18 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം ചിലപ്പം അടുത്ത ആഴ്ച തന്നെ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ റിയൽമിയുടെ Neo 7 എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ചൈനീസ് മാർക്കറ്റിൽ. അപ്പം ഇതിൻ്റെ ഡിസൈൻ അവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർഷിപ്പ് എഡിഷൻ എന്നുള്ള ഒരു സ്പെഷ്യൽ എഡിഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടിയ 7000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരും. MediaTek Dimensity 9300+ എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. പിന്നെ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ വരും. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഡിസംബർ 11-നാണ് ഈ സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.